ഗൈസ് വെൽക്കം ടു വൈഷ്ണവ്. നമ്മളിന്ന് ഒരു ഗെയിം കളിക്കാൻ പോവുകയാണ്. അതാണ് നമ്മളിപ്പോൾ കളിക്കാൻ പോകുന്നത് GTA San Andreas ആണ്. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പ്ലീസ് അത്യാവശ്യം നമ്മളെ സപ്പോർട്ട് ചെയ്യണം. കാരണം ഞാനൊരു സ്റ്റാർട്ടർ തുടങ്ങിയ ഒരാളാണ്. അപ്പം നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഇതാക്കണം. ഇന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കളിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് മറ്റേ GTA San Andreas സ്റ്റോറി മോഡ് കളിക്കാൻ നോക്കാം. അടുത്തത് നമ്മൾ GTA San Andreas സ്റ്റോറി മോഡായിരിക്കും കളിക്കാൻ പോകുന്നത്. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഇത് കളിച്ചിരിക്കും. നമ്മൾ ഗെയിമിൽ എൻ്റർ ആയിരിക്കുന്നു ഗൈസ്. ഫസ്റ്റ് തന്നെ 1 സ്റ്റാർ ഉണ്ട്. അയ്യോ പോലീസ്. ഞാനിപ്പോൾ മറ്റേ സേവ്ഡ് വല്ലതും ഉണ്ടാകാൻ നോക്കാനായിരുന്നു. പണ്ട് ഞാൻ സേവ് ചെയ്തിട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് നല്ല കാശുണ്ടായിരുന്നു. 900 മറ്റേ കുറേ കാശുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് കിട്ടുമോ നോക്കാൻ വേണ്ടി വന്നാ. അയ്യോ പോലീസ്. എടാ ഓട് ഓടിക്ക്. അയ്യോ മാറ് മാറ് മാറ്. എന്താ നിൽക്കണെന്താ? പോ ഓടിക്ക്. അയ്യോ ഇപ്പൊ കിട്ടും. കിട്ടിയില്ല, ഭാഗ്യം. ഓടിക്കോ. ഗൈസ്, പിന്നെ ഇത് നമ്മളെ പുതിയൊരു ചാനലാണ്. ഇതിൽ വലിയതായിട്ടൊന്നുമില്ല. ഞാനൊരു സ്റ്റാർട്ടറാണ്. പിന്നെ നിങ്ങൾക്ക് വല്ല ഗെയിം സജക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു തുടക്കത്തിന് വേണ്ടി മാത്രം ഈ ഒരു വീഡിയോ ഇട്ടതാണ്. നമ്മൾ ഉറപ്പായിട്ടും സ്റ്റോറി മോഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ കുറച്ച് സ്റ്റോറി മോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇനി ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ കളിച്ചതിൻ്റെ ബാക്കി ചെയ്യാം. നിങ്ങളതൊന്ന് പറയണം. ഇതെല്ലാം മറിച്ചിടണം. എന്താ പുരുഷാറും കൂടെ വരും. ഇത് ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, മാക്സിമം കമൻറ്റ് ചെയ്യണം. എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അയ്യോ ഇതിങ്ങനെ കുറേ നാൾക്ക് ശേഷം കളിച്ചുകൊണ്ടായിരിക്കും ഗൈസ്. എന്താടാ ഇത്? ഇങ്ങോട്ട് പോവാ, മേളിപ്പോവാ. കഷ്ടം ഇതെവിടെ പോകണമെന്നാണ്. അടുത്തത് വണ്ടി പൊട്ടിത്തെറിക്കാറായിട്ടോ. മര്യാദക്ക് ശ്രദ്ധിച്ചു പിടിച്ച്. ഇതെന്ത് ബ്ലോക്കാ? എന്നാ ഇത്? കഷ്ടം. വലിയത്. പിന്നെ എൻ്റെ പേര് വൈഷ്ണവ് എന്നാണ്. പൊട്ടി ഇറങ്ങണം അവിടെ നിന്ന് കള്ളൻ. ഇവിടെ ടാക്സി മാത്രമേ ഉള്ളൂ. ടാക്സി എടുക്കാം. വേണ്ട. അയ്യോ ഓടാ. കത്തുപിടിച്ച്. അയ്യോ പോയി. കേസ് കണ്ടോ? നമ്മുടെ ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ട്? നൈസല്ലേ? ലസല്ലേ? ഇതെന്തത്? ഞാൻ ഇന്നലെ കളിച്ചപ്പോൾ ഒരു ഇതെടുത്തായിരുന്നു, ഒരു സ്ഥലം എടുത്തായിരുന്നു. ഞാൻ വിചാരിക്കുന്നു നമുക്ക് നാളെ തൊട്ട് ഇത് ചെയ്യാമെന്ന്. ഈ മിഷൻ തൊട്ട് എന്ന് വെച്ചാൽ സ്റ്റോറി മോഡ് കളിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ കളിക്കാം. സപ്പോർട്ടാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും കളിച്ചിരിക്കും. അത് ഇതിപ്പോൾ വേറെ ഏതെങ്കിലും വണ്ടി എടുക്കട്ടെ. ഇറങ്ങാൻ വണ്ടി ഇറങ്ങാ. കണ്ണാ നമ്മൾ ഈ തോക്കും സാധനങ്ങളൊക്കെ ഇരിക്കണേ സീനാണ്. നമ്മൾ ഭയങ്കര ഓഫ് റോഡായി പോകാൻ പോവാണ്. ഈ സ്ഥലമൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് തുടങ്ങിയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് GTA San Andreas കയറ്റിയത്, അതിൽ നമുക്ക് വേണമെങ്കിൽ GTA San Andreas കയറ്റാം, GTA Vice City കയറ്റാം. അത് ഞാൻ പറഞ്ഞു തരാം അതെങ്ങനെ ചെയ്യേണ്ടതെന്ന്. ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചൊന്നുമല്ല. ഞാൻ ഒരു യൂട്യൂബ് ഷോർട്സിൽ കണ്ടതാണ്. അത് നിങ്ങൾക്ക് എന്താണെങ്കിലും നല്ലൊരു ഇതായിരിക്കും.
GTA San Andreas കയറ്റാൻ പറ്റും. വൈസ് സിറ്റി, ലിബേഴ്സ് സ്റ്റോറീസോ ലിബേഴ്സ് സിറ്റിയോ അത് നമ്മുടെ പ്ലേ സ്റ്റോറിലുണ്ട്. ചൈന ടൗണും പ്ലേ സ്റ്റോറിലുണ്ട്. പിന്നെ ഒരു GTA എന്താണത് GTA എലിമിനേറ്റർ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. അതിൽ നമുക്ക് GTAയുടെ ഫോണിൽ കളിക്കാൻ പറ്റാത്ത ഒരെണ്ണം കളിക്കാൻ പറ്റും. അത് ഗെയിം ബോയ് അഡ്വാൻസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിൽ കൂടെ മാത്രം അത് കളിക്കാൻ പറ്റുള്ളൂ. അത് എങ്ങനെ കളിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞുതരും. പിന്നെ ഗെയിം സജഷൻസ് എന്നെങ്കിൽ പറയണം. ഞാൻ ഫ്രീ ഫയർ കളിക്കുന്നതാണ്. അപ്പം ഇത് നമ്മുടെ ഫ്രണ്ട്സായിട്ട് കളിക്കാം. ഫ്രണ്ട്സായിട്ട് ഒരു ദിവസം എന്താണെങ്കിലും കളിക്കാം. എൻ്റെ കൂട്ടുകാരൊക്കെ അത്യാവശ്യം നൈസ് പ്ലേയേഴ്സാണ്. നമുക്ക് ഒരു പ്രാവശ്യം കളിക്കാം. ഫ്രീ ഫയർ കളിക്കാം, എല്ലാം കളിക്കാം. മിനി മിൽറ്റ് കളിക്കാം ടീമായിട്ട്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ കൂടെ കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ഫയർ കളിക്കാം. നിങ്ങൾക്ക് ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ പറയും. ഒന്നാമത്തെ കാര്യം കമ്പനിയില്ല. ഞാൻ എവിടെ പോണേ ഞാൻ എന്താണ് ഇത് പിന്നെ ഒരു സജഷനും കൂടെ ഒന്ന് പറഞ്ഞു തരാം. കാരണം എന്താണെന്നറിയാം, എനിക്ക് ഈ സംഭവം ഇതായിട്ടറിയില്ല. ഞാനിതിപ്പോൾ ഗെയിം കളിച്ചപ്പോൾ റെക്കോർഡ് ചെയ്ത സംഭവമല്ലേ. ഞാൻ കളിച്ച് കഴിഞ്ഞിട്ട് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇത് റെക്കോർഡ് ചെയ്തായിരുന്നു. പക്ഷേ എനിക്ക് അത് ഇതിട്ട് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് എനിക്ക് അറിയുമെങ്കിൽ ഒന്ന് ചെയ്ത് തന്നെ. ഞാൻ അപ്പം പറഞ്ഞതൊക്കെ പറയാൻ നോക്കുന്നുണ്ട്. നിങ്ങൾ ഇന്നൊന്ന് ഇതാക്കണം, സഹായിക്കണം. നമ്മളെന്തൊക്കെയാണ് ഇവിടെ കിടന്ന് കാണിക്കുന്നുണ്ട്. ഓർമ്മയില്ല. എങ്ങോട്ടാ അയ്യോ ടാക്സി കൊള്ളില്ല. ഇതെവിടെ പോകുന്നു? നമുക്ക് ബൈക്ക് എടുക്കാം. ബൈക്ക് ഇറങ്ങിപ്പോ. ബൈക്കിൽ ഞാൻ കിടിലോട്ടോ. സൈക്കിളൊക്കെ ഓടിക്കാൻ കിടിലോണ് ഞാൻ. എന്താ പ്രശ്നം? നമുക്ക് ആ ഷോർട്ട് കട്ട് വഴി പോകുന്നു. ഷോർട്ട് കട്ടിൽ കൂടെ എങ്ങോണെങ്കിലും പോവാം. തുടങ്ങി. അയ്യോ എടാ പോയി. എന്താണിത്? നന്നായിട്ട് ഓടിച്ചു എന്ന് പറഞ്ഞതാണ്. ഞാൻ അത്യാവശ്യം നൈസായിട്ട് ഓടിച്ചോട്ട് ഇവനൊന്നും ഇപ്പം ചെയ്യാനൊന്നുമില്ല. നമുക്ക് പോയി ഇടിച്ചോട്ടെ. അയ്യോ എടാ എന്താടാ നിനക്ക്? കൊണ്ടേടിക്ക് അറിയാലോ. ഇതെന്ത് അമ്പലോ? ഇത് സ്ഥലം അമ്പലം പോലും. ഇതെന്തത് സ്കൂളാ? എന്തത് സ്ഥലം? ഇന്ന് സ്കൂളിൽ വലിയ ഫൈവ് സ്റ്റാർ എന്നൊക്കെ പറയണ ഭയങ്കര സംഭവമാണ്. ഞാൻ ഒരു പ്രാവശ്യം മിലിറ്ററി ബേസിൽ പോയിട്ടുണ്ട്. മിലിറ്ററി ബേസിൻ്റെ വെള്ളത്തിൽ കൂടെ കയറാൻ പറ്റുള്ളൂ. മറ്റേ ബ്രിഡ്ജൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടേക്ക് വരും. വെള്ളത്തിൽ കൂടെ കയറുമ്പോൾ തന്നെ 4 സ്റ്റാർ കിട്ടി. മറ്റേ മേളിൽ നിന്ന് ഹെലികോപ്റ്ററൊക്കെ വന്നിട്ട് നമ്മളെ അടിച്ചിടും. നമ്മളടിച്ചു കൊന്നു കളയും. സ്കൂളാണ് കേസ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാമെങ്കിൽ ഒന്ന് പറയുക. ഇത് സ്കൂളാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. സ്കൂളാണോ ഇത്? സ്കൂളായിരിക്കുമല്ലേ? പക്ഷേ എൻ്റെ മോനെ ഇത് ഈ സൈക്കിളും കൊണ്ട് ചാടിക്കണവരെ ചാടിക്കാൻ പറ്റില്ല. ഇങ്ങനെ പൊക്കൂലേ നമ്മൾ? സൈക്കിളിങ്ങനെ ചാടിച്ച് കയറ്റൂലേ? ഞാൻ അങ്ങനെ ഒരു വണ്ടീൻ്റെ മേളിൽ കൂടെ കുറേ പോയിട്ടുണ്ട്. വണ്ടീൻ്റെ മേളിൽ സൈക്കിൾ വെച്ചിട്ട് കുറേ ദൂരം പോയിട്ടുണ്ട്. പിന്നെ ഇതൊരു ലോങ് വീഡിയോ ആണ്. എൻ്റെ ചാനലിലത്തെ 3rd വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് കാര്യമൊന്നുമില്ല. അത് ഞാൻ വെറുതെ ഇട്ടൊരു വീഡിയോ ആണ്. സെക്കൻഡ് വീഡിയോ എന്താണെന്ന് വെച്ചാൽ
ഒരു എഡിറ്റിൻ്റെ വീഡിയോ ആണ്. ഞാൻ മറ്റേ എന്താണ് കമ്മ്യൂണിറ്റി ബോക്സിൽ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഞാൻ ഒരു വൺ പീസ് ഫാനാണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചുള്ള കുറേ എഡിറ്റൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ 2 ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇൻസ്ലോബി എന്ന് പറഞ്ഞൊരാർക്ക് വൺ പീസിലുണ്ടല്ലോ, അറിയാവുന്നവർക്കറിയാം. അങ്ങനത്തെ ഒരാർക്കിൽ മറ്റേ അതിൻ്റെ എഡിറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാനും വ്യൂ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നോക്കണം. എന്താണ് ഇത് ഗയ്സ്? അപ്പോൾ ചെയ്യുമല്ലോ. എൻ്റെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോയും കാണണം. ആ ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക, അത്രേ ഉള്ളൂ. സ്കിട്ടൊന്നും പഴയ പോലെ അല്ല. ഇത് മരം വരുന്നില്ലേ? പൊട്ടി വന്നല്ലോ. എന്തായത്? എൻ്റെ പൊന്നെ, എന്നാ ഇത്? ഇത് ഈ വഴി പോവാം, ഗയ്സ് കയറി എങ്ങോട്ടെങ്കിലും പോവാ. ഇനി എന്ത് ചെയ്യും? സ്റ്റെയർ കേസിൽ കൂടെ ഇറങ്ങാൻ പോകുന്നതായിരിക്കും. ഓക്കെ ഗയ്സ്, ഇത് ഞാൻ തന്നെ കളിച്ച വീഡിയോ കേട്ടോ. ഇത് ഞാൻ അപ്പം റെക്കോർഡ് ചെയ്ത് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പം നിങ്ങളൊരു ഇത് ആക്കണം. നമുക്ക് മാക്സിമം അതെങ്ങനെ ചെയ്യണേന്നൊക്കെ നോക്കാം. ഹെൽത്തൊക്കെ കുറഞ്ഞ് മരിച്ച് അമ്മൂമ്മ ഇടിയോ തെറിച്ചു പോവോ? തെറിച്ചു പോവോ? നോക്കാം. പോയി. എന്താണ് ഇത്? ഇവന്മാരൊക്കെ ബഹ്റത്തിൽ പേടിച്ചു പോകും. ഇത് എങ്ങോട്ടെങ്കിലും പോവാന്ന് ഭയങ്കര വിഷമമായി. നമുക്കെന്നാ ഈ വീഡിയോ നിർത്താം ഗൈസ്. ഇതോടെ നിർത്താം ഗൈസ്. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ചെയ്തു. കമൻറ്റ് ചെയ്തു, എല്ലാം ചെയ്തു. ഓക്കെ, ബൈ.